ഹായ് കുട്ടികളെ, 9ാം ക്ലാസ്സിൻ്റെ വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം വൃത്തങ്ങളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വൃത്തവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്തെ ബിന്ദുക്കളും വൃത്തങ്ങളും എന്നുള്ള ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതിനു മുൻപേ ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു വൃത്തത്തിൻ്റെ അകത്ത് രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന കാര്യങ്ങളാണ്. രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? ഞാണുകൾ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വൃത്തത്തിൻ്റെ അകത്തെ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന കാര്യമാണ്. യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചാലോ? അതായത് ഒരു രണ്ട് ബിന്ദുക്കൾ, എവിടെയെങ്കിലും ഉള്ള രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച് നമ്മളൊരു വര വരച്ചാൽ ഈ ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ നമുക്ക് കഴിയുമോ? ആ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുൻപേ ആയിട്ട് ഒരു ബിന്ദു ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നു. കണ്ടല്ലോ, ഒരു ബിന്ദു ഞാൻ അടയാളപ്പെടുത്തി. ഈ ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന വൃത്തം നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കും. കോമ്പസ് ഉപയോഗിച്ച് നമ്മളിവിടെ കോമ്പസ് എവിടെയെങ്കിലും വെക്കുന്നു. ഈ ബിന്ദുവിൽ പെൻസില് വരത്തക്ക രീതിയിൽ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു വൃത്തം വരയ്ക്കാനായിട്ട് സാധിക്കും. കണ്ടല്ലോ, ഒരു വൃത്തം മാത്രമേ വരയ്ക്കാൻ സാധിക്കത്തുള്ളൂ? അല്ല, അനേകം വൃത്തങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. ഈ ബിന്ദുവിൽ കൂടി കടന്നു പോകണമെന്ന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? പറഞ്ഞിട്ടുള്ളൂ. അന്നേരം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന മറ്റൊരു വൃത്തം വരയ്ക്കാം, അതല്ലെങ്കിൽ മറ്റൊരു വൃത്തം വരയ്ക്കാം. ഇങ്ങനെ അനേകം വൃത്തങ്ങൾ വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അന്നേരം ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് വൃത്തങ്ങൾ, അനേകം വൃത്തങ്ങൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രണ്ട് ബിന്ദുക്കൾ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ സാധിക്കുമോ? എന്താണ് ചോദ്യം? രണ്ട് ബിന്ദുക്കൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ രണ്ട് ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ പറ്റുമോ? അന്നേരം നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ ഈ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? അല്ലാണ്ട് ഞാൻ ഇവിടെ ബോർഡിൽ രണ്ട് ബിന്ദുക്കൾ ഞാൻ അടയാളപ്പെടുത്തി. ഉണ്ടല്ലോ, ഈ രണ്ട് ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന എന്ത് നമുക്ക് വേണം? വൃത്തം വേണം. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ എന്താണ്, ഈ രണ്ട് ബിന്ദുക്കളും കൂടെ ചേർത്ത് ഞാൻ എന്ത് വരയ്ക്കുന്നു? ചേർത്ത് ഒരു രേഖ വരയ്ക്കുന്നു. കണ്ടല്ലോ, ഈ വര വ്യാസമാക്കി എനിക്ക് എന്ത് വരയ്ക്കാനായിട്ട് സാധിക്കും? ഒരു വൃത്തം വരയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ഇത് വ്യാസമാക്കിയാൽ ഇതിന്റെ കേന്ദ്രം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ അതിന്റെ കേന്ദ്ര ബിന്ദു നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ എന്ത് വരച്ചാൽ മതി? ഇതിന്റെ ലംബ സമഭാജി വരച്ചാൽ മതി. ലംബ സമഭാജി വരയ്ക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ്? ഈ വരയുടെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എടുത്തതിന് ശേഷം മുകളിലോട്ടും താഴോട്ടും ചാപം, അതേപോലെ തന്നെ ഈ ബിന്ദുവിൽ നിന്നും മുകളിലോട്ടും താഴോട്ടും ചാപം വരയ്ക്കാം. വരച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കേന്ദ്രം കണ്ടുപിടിക്കാം. അതായത് ഇവിടെ നിന്ന് മുകളിലോട്ടും അതേ അളവ് തന്നെ താഴോട്ടും, ഇവിടെ നിന്നും അതേ അളവ് തന്നെ എടുത്ത് വരച്ചതിന് ശേഷം എന്ത് വരയ്ക്കാം? ഇത് യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്? ഈ വരയുടെ മധ്യബിന്ദു കിട്ടും. അതായിരിക്കും നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ കേന്ദ്രമെന്ന് പറയുന്നത്. ആണല്ലോ. അന്നേരം രണ്ട് ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന എന്ത് വരയ്ക്കാനായിട്ട് സാധിക്കും? ഒരു വൃത്തം വരയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ഈ വര എന്ന് പറയുന്നത് ആ വൃത്തത്തിന്റെ എന്താണ്? വ്യാസമാക്കിയാണ് നമ്മൾ എടുത്തത്. എപ്പോഴും വ്യാസം തന്നെ വരണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. എന്താ? രണ്ട് ബിന്ദുക്കൾ ആ വൃത്തത്തിൽ ഏതെങ്കിലും ഒരു ഞാണാവാനും മതി. ശരിയല്ലേ? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ ചേരുന്ന വരയെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? ഞാണെന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബിന്ദുക്കൾ, അതായത് ഈ രണ്ട് ബിന്ദുക്കൾ ചേർത്ത് ഞാൻ ഒരു രേഖ വരച്ചു. ഇത് ഞാണാക്കി എനിക്ക് എന്ത് വരയ്ക്കാം? ഒരു വൃത്തം വരയ്ക്കാം. അതെങ്ങനെയാണ്? ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഈ വരയുടെ എന്ത് വരയ്ക്കുന്നു? ലംബ സമഭാജി ഞാൻ വരയ്ക്കുന്നു. തീർച്ചയായിട്ടും ഈ ലംബ സമഭാജിയിൽ കോമ്പസിന്റെ നീഡിൽ വെക്കുക. കോമ്പസിന്റെ നീഡിൽ ഞാൻ ഇവിടെ വെച്ചു. അതിനുശേഷം ഇവിടെയും ടച്ച് ചെയ്യത്തക്ക രീതിയിൽ എന്ത് വരയ്ക്കാം? എനിക്ക് ഇതിൽ കൂടി പാസ് ചെയ്യുന്ന എന്ത് വരയ്ക്കാനായിട്ട് സാധിക്കും? വൃത്തം വരയ്ക്കാനായിട്ട് സാധിക്കും. കണ്ടല്ലോ, ഞാനിവിടെ കോമ്പസ് വെച്ചതിന് ശേഷം എനിക്ക് എന്ത് വരയ്ക്കാൻ സാധിക്കുന്നു? ഈ രണ്ട് ബിന്ദുക്കളിൽ കൂടി. ഇത് വ്യാസമാണോ? അല്ല. ആ വൃത്തത്തിന്റെ എന്താണ്? ഞാണ്. ഈ ഒരു പടം മാത്രമേ നമുക്ക് വരയ്ക്കാൻ സാധിക്കത്തുള്ളൂ? അല്ല. ഈ വരച്ചിരിക്കുന്ന വരയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കോമ്പസ് വെക്കാം. കോമ്പസ് വെച്ചതിന് ശേഷം ഇതിൽ കൂടി, ഈ രണ്ട് ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന അനേകം വൃത്തങ്ങൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഞാൻ മറ്റൊരെണ്ണം വരച്ചതാണ്. ഇനിയും വരയ്ക്കാനായിട്ട് സാധിക്കും. എന്താണ്? ഈ രണ്ട് ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന തരത്തിലുള്ള ഇഷ്ടംപോലെ വൃത്തങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വരയ്ക്കാനായിട്ട്
സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന എന്ത് വരയ്ക്കാനായിട്ട് സാധിക്കും, നമുക്ക് വൃത്തം വരയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ട് ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന എന്ത് വരയ്ക്കാനായിട്ട് സാധിക്കും, വൃത്തം വരയ്ക്കാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ നോക്കിയ കേസ് ഏതാണ്, വ്യാസത്തിൽ കൂടി കടന്നു പോകുന്ന എന്ത് വരച്ചു, വൃത്തം വരച്ചു. അങ്ങനെയാണെങ്കിൽ വ്യാസം അല്ലാതെ ആ രണ്ട് ബിന്ദുക്കൾ ചേർത്ത് വരച്ച് ഞാനാക്കിയാലും നമുക്ക് എന്ത് വരയ്ക്കാൻ സാധിക്കും, വൃത്തം വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം 1 കഴിഞ്ഞു 2 കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം എന്തായിരിക്കും, ഞാൻ ചോദിക്കുന്നു എന്തായിരിക്കും, 3 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാനായിട്ട് സാധിക്കും. അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നു, 2 ബിന്ദുക്കൾ കഴിഞ്ഞാൽ ഇനി അടുത്ത 3 ഞാൻ എന്ത് ചെയ്യുന്നു, 3 ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നു. കണ്ടല്ലോ, ഇതെന്താണ്, ഞാൻ നിരപ്പിനാണ് വരച്ചിരിക്കുന്നത്. അത് നേരെ 3 ബിന്ദുക്കളാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ 3 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അന്നേരം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ അല്ലെ, എന്താണ് 2 ബിന്ദുക്കളായിരുന്നെങ്കിൽ പറ്റിയേനെ. പക്ഷെ 3 ബിന്ദുക്കളും ഒരു നേർരേഖയിൽ വരികയാണ് എങ്കിൽ ഒരിക്കലും ഈ 3 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന എന്ത് വരയ്ക്കാൻ നമുക്ക് സാധിക്കില്ല, വൃത്തം വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അതായത് തീർച്ചയായിട്ടും നേർരേഖ മാറ്റി ഇനി അടുത്ത എന്തായിരിക്കും നമ്മൾ നോക്കുന്നത്, 3 ബിന്ദുക്കൾ, എവിടെയെങ്കിലും 3 ബിന്ദുക്കൾ നമ്മൾ അടയാളപ്പെടുത്തുന്നു. അതാണ്ട് ഞാൻ 2 ബിന്ദുക്കൾ ഇവിടെ അടയാളപ്പെടുത്തി, ഒരു ബിന്ദു താണ്ട് ഞാൻ ഇവിടെയും അടയാളപ്പെടുത്തി. കണ്ടല്ലോ, അന്നേരം 2 ബിന്ദുക്കൾ, 3 ബിന്ദുക്കളാണ് മൊത്തം. നേരെ നേർരേഖയിൽ അല്ലാതെ ഞാൻ 3 ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. ഇനി നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ പറ്റുമോ? അതിനുവേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, 2 ബിന്ദുക്കൾ യോജിപ്പിച്ച് നിങ്ങൾക്ക് എന്ത് വരയ്ക്കാം, ഒരു നേർരേഖ വരയ്ക്കാനായിട്ട് സാധിക്കും. കണ്ടല്ലോ, കണ്ടു. ഇനി എന്താണ്, ഈ ബിന്ദുവിന്റെ എന്ത് കണ്ടുപിടിക്കാം, ലംബ സമഭാജി നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് അറിയാം. ഈ ലംബ സമഭാജിയിൽ നമ്മുടെ കോമ്പസിന്റെ നീഡിൽ വെച്ച് ഈ 2 ബിന്ദുക്കൾ കൂടി കടന്നു പോകുന്ന എന്ത് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാം, വൃത്തം വരയ്ക്കാനായിട്ട് അറിയാം. എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ എന്ത് വരയ്ക്കുന്നു, ലംബ സമഭാജി വരയ്ക്കുന്നു. ഈ 2 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന എന്ത് വരയ്ക്കുന്നു, ഒരു വൃത്തം നിങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോഴും നമ്മുടെ കേസ് ആയില്ല, നമുക്ക് എത്ര 3 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ബിന്ദുവും അതോടൊപ്പം ഈ ബിന്ദുവുമായിട്ട് എന്ത് ചെയ്യുന്നു, യോജിപ്പിക്കുന്നു. ആണല്ലോ, അതിന്റെ എന്ത് വരയ്ക്കുന്നു, ഇപ്പൊ ലാസ്റ്റ് നമ്മൾ വരച്ച ഈ വരയുടെ എന്ത് വരയ്ക്കുന്നു, ലംബ സമഭാജി ഞാൻ വരയ്ക്കുന്നു. അതുകൊണ്ട് ഈ വരയുടെ എന്ത് ലംബ സമഭാജി വരച്ചു കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 2 ബിന്ദുക്കളിൽ കൂടി, അതായത് ഈ 2 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന എനിക്ക് എന്ത് വരയ്ക്കാനായിട്ട് സാധിക്കും, വൃത്തം വരയ്ക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ 2 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന എന്ത് വരയ്ക്കാനായിട്ട് സാധിക്കും, വൃത്തം. അതായത് ഈ വരയിൽ എവിടെയെങ്കിലും ഒരു കേന്ദ്രം വെച്ചുകൊണ്ട് എനിക്ക് എന്ത് വരയ്ക്കാനായിട്ട് സാധിക്കും, വൃത്തം വരയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ അന്നേരവും നമ്മുടെ എന്താണ്, അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ, ഈ 3 ബിന്ദുക്കളിൽ കൂടിയും കടന്നു പോകുന്ന എന്താണ് നമുക്ക് വരയ്ക്കേണ്ടത്, വൃത്തമാണ് വരയ്ക്കേണ്ടത്. അന്നേരവും നമ്മുടെ ഈ കേസ് അതിന് ശരിയാവുന്നില്ല അല്ലെ. ആദ്യം നമ്മൾ 2 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം വരച്ചു. അതിനുശേഷം പിന്നെന്ത് ചെയ്തു, മറ്റേ 3ാമത്തെ ബിന്ദുവും ഈ 2ാമത്തെ ബിന്ദുവുമായിട്ട് കണക്ട് ചെയ്ത് അതിന്റെ എന്ത് വരച്ചു, ലംബ സമഭാജി വരച്ചു. ലംബ സമഭാജി വരച്ചപ്പോഴും എന്താണ്, ചിലപ്പോൾ ഞാൻ എന്താണ്ട് ഇതിന്റെ ഈ കേന്ദ്രം, അതായത് ഈ 2 ബിന്ദുക്കളിൽ കൂടി കടന്നു പോയാൽ മതി, ഞാൻ എന്ത് വരയ്ക്കുന്നു, വൃത്തം വരയ്ക്കുന്നു. പക്ഷെ അന്നേരം എന്താണ്, ഈ 2 ബിന്ദുക്കളിൽ കൂടി കടന്നുപോയി, പക്ഷെ ഈ ബിന്ദുവിൽ കൂടി കടന്നു പോയോ, ഇല്ല. പക്ഷെ നമുക്ക് വേണ്ടത് 3 ബിന്ദുക്കളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു എന്താണ് വേണ്ടത്, വൃത്തമാണ് വേണ്ടത്. ആണല്ലോ. അന്നേരം അതിനു വേണ്ടി ഞാൻ ആദ്യം തൊട്ട് ഒന്നുകൂടെ ചെയ്യുന്നു. വീണ്ടും ആദ്യം ഞാൻ 2 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന 2 ബിന്ദുക്കളാണ്. 3ാമത്തെ ബിന്ദു ഞാൻ ഇവിടെയും അടയാളപ്പെടുത്തി. ആണല്ലോ. അതും ഞാൻ എന്ത് ചെയ്തു, യോജിപ്പിച്ചു. ആദ്യം ഈ 2 ബിന്ദുക്കൾ യോജിപ്പിച്ച വരയുടെ എന്ത് കണ്ടുപിടിക്കുന്നു, ലംബ സമഭാജി. ലംബ സമഭാജി കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്, പകുതിയിൽ കൂടുതൽ കോമ്പസിലെടുത്ത് മുകളിലോട്ടും താഴോട്ടും ചാപം അതേ അളവ് തന്നെ ഇവിടെയും വെച്ചുകൊണ്ട് മുകളിലോട്ടും താഴോട്ടും ചാപം വരയ്ക്കുന്നു നമ്മൾ. ആണല്ലോ. അന്നേരം ഞാൻ ജസ്റ്റ് ലംബ സമഭാജി വരച്ചു. ആണല്ലോ. ഇനി എന്ത് ചെയ്യുന്നു, ഈ വരയുടെയും, അതായത് ഈ വരച്ച ഈ വരയുടെയും എന്ത് വരയ്ക്കുന്നു, ലംബ സമഭാജി വരയ്ക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനായിട്ട് സാധിച്ചോ, ഈ 2 ലംബ സമഭാജിയും ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ കേന്ദ്രമാണ് ഇത് എന്ന് പറയുന്നത്. അതായത് 2 വരകളുടെയും ലംബ സമഭാജി കണ്ടുപിടിച്ചോ, ആ ലംബ സമഭാജി ഒരു പൊതുവായിട്ടുള്ള ഒരു ബിന്ദുവിൽ കൂടി കടന്നുപോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ എന്താണത്, കേന്ദ്രമാണ് ഇത്.
ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കോമ്പസിന്റെ നീഡിൽ നമ്മൾ ഇവിടെ വെച്ചു. ഈ 3 ബിന്ദുക്കളിലും കൂടെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള എന്ത് വരയ്ക്കാൻ നമുക്ക് സാധിക്കും? വൃത്തം വരയ്ക്കാനായിട്ട് സാധിക്കും. കണ്ടല്ലോ, ഈ 3 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന എന്ത് നമ്മൾ വരച്ചു കഴിഞ്ഞു? വൃത്തം വരച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട ഇതും കൂടെ, അതായത് 2 ബിന്ദുക്കൾ വേണ്ട യോജിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 3ാമത്തെ ബിന്ദുവും ഈ 2ാമത്തെ ബിന്ദുവും കൂടെ എനിക്ക് യോജിപ്പിക്കാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു രൂപം നിങ്ങൾക്ക് കിട്ടി. എന്താണ് ആ രൂപം? ഒരു ത്രികോണമാണ്. നമുക്കിപ്പോൾ നമ്മുടെ കൈവശം കിട്ടിയത് എന്താണ്? ഒരു ത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണവും ത്രികോണത്തിന്റെ പുറത്ത് എന്താണ് വന്നിരിക്കുന്നത്? വെളിയിൽ എന്താണ് വന്നിരിക്കുന്നത്? ഒരു വൃത്തവുമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ഒന്ന് എടുത്ത് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് പേജ് നമ്പർ 77-ാമത്തെ പേജില് ഇങ്ങനെയുള്ള ത്രികോണത്തിനൊരു പേര് പറയുന്നുണ്ട്. നോക്കിയാട്ടെ. ഇങ്ങനെ ഒരു ത്രികോണത്തിന്റെ 3 മൂലകളിൽ കൂടി കടന്നു പോകുന്ന വൃത്തത്തെ എന്ത് പേരിട്ട് വിളിക്കുന്നു? ത്രികോണത്തിന്റെ പരിവൃത്തം എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾക്ക് വരയ്ക്കാനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നോക്കിയാട്ടെ, പേജ് നമ്പർ 77. ഇങ്ങനെ ഒരു ത്രികോണത്തിന്റെ 3 മൂലകളിൽ കൂടി കടന്നു പോകുന്ന വൃത്തത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഈ ത്രികോണത്തിന്റെ പരിവൃത്തം എന്ന് വിളിക്കുന്നു. അതായത് ത്രികോണത്തിന്റെ പുറത്താണ് എന്ത് വന്നിരിക്കുന്നത്? വൃത്തം വന്നിരിക്കുന്നത്. അന്നേരം ഇതിനെ എന്ത് വിളിക്കുന്നു? ത്രികോണത്തിന്റെ പരിവൃത്തം എന്ന് വിളിക്കുന്നു. ആണല്ലോ. താഴോട്ട് നോക്കിയാട്ടെ. ഏത് ത്രികോണത്തിലും 3 വശങ്ങളുടെയും ലംബ സമഭാജികൾ ഒറ്റ ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? നമ്മൾ വരച്ച ഈ പരിവൃത്തത്തിന്റെ കേന്ദ്രമെന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ. അന്നേരം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. ചിലപ്പോൾ ആദ്യം അവർ ത്രികോണത്തിന്റെ അളവുകൾ തരും. അതിനുശേഷം എന്ത് വരയ്ക്കാൻ പറയും? ഈ ത്രികോണത്തിന്റെ പരിവൃത്തം വരച്ച് അതിന്റെ ആരം അളന്നെഴുതുക എന്നായിരിക്കും ചോദിക്കുന്നത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന അളവിൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാം അല്ലെ? അന്നേരം നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ടുള്ള അളവ് തന്നെ അനുസരിച്ച് നമ്മൾ എന്ത് വരയ്ക്കും? ഒരു ത്രികോണം വരയ്ക്കും. അതിനുശേഷം എന്താണ്? പരിവൃത്തം വരയ്ക്കണമെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഈ ഓരോ വശത്തിന്റെയും എന്ത് കണ്ടുപിടിക്കും? ലംബ സമഭാജി നമ്മൾ കണ്ടുപിടിക്കും. ഈ വശത്തിന്റെ എന്ത് കണ്ടുപിടിക്കും? ലംബ സമഭാജി കണ്ടുപിടിക്കും. അതോടൊപ്പം ഈ വശത്തിന്റെ എന്ത് കണ്ടുപിടിക്കും? ലംബ സമഭാജി കിട്ടും. ആണല്ലോ. ഈ 2 ലംബ സമഭാജികൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടും അല്ലെ? ആ ബിന്ദുവായിരിക്കും നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ എന്ത് കേന്ദ്രമെന്ന് പറയുന്നത്. ആണല്ലോ. ഇത് കേന്ദ്രമാക്കി നമുക്ക് എന്ത് വരയ്ക്കാം? ഈ 3 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാം. അതിനുശേഷം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ വൃത്തത്തിന്റെ ഈ പരിവൃത്തത്തിന്റെ ആരം അളന്നെഴുതുക എന്നായിരിക്കും. ആരം എങ്ങനെ അളക്കും? കേന്ദ്രത്തിൽ നിന്ന് ഈ ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ മൂലയിലേക്കുള്ള ഒരു രേഖ വരയ്ക്കുക. അത് സ്കെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? അളന്ന് എഴുതുക. ഇമ്പോർട്ടന്റ് ആയിട്ട് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അന്നേരം എന്താണ് പരിവൃത്തം എന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 78 78-ാമത്തെ പേജിലെ 2ാമത്തെ ചോദ്യമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയട്ടെ. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ, പരിവൃത്ത ആരം 5 സെന്റിമീറ്റർ. അതിന്റെ 3ാമത്തെ വശത്തിന്റെ നീളം എത്രയാണ്? ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇതൊരു സമപാർശ്വ ത്രികോണമാണ് എന്നറിയാം. സമപാർശ്വ ത്രികോണമാണെങ്കിൽ നമുക്കറിയാം എന്താണ്? 2 വശങ്ങൾ എന്താണ്? തുല്യം. പാർശ്വവശങ്ങൾ 2 വശങ്ങൾ തുല്യമാണ്. പിന്നെന്താണ്? അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? തുല്യവശങ്ങളുടെ നീളം എത്രയാണ്? 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ്? പരിവൃത്ത ആരം 5 സെന്റിമീറ്റർ. പരിവൃത്തം എന്ന് കേൾക്കുമ്പോഴേ അറിയണം എന്താണ്? ത്രികോണത്തിന്റെ 3 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തമാണ് അതിനാണ് പരിവൃത്തം എന്ന് പറയുന്നത്. ആ പരിവൃത്തത്തിന്റെ ആരം തന്നിട്ടുണ്ട്. എത്രയാണ്? 5 സെന്റിമീറ്റർ. എന്താണ് ഇനി അടുത്തത് വേണ്ടത്? ഇതിന്റെ 3ാമത്തെ വശത്തിന്റെ നീളം എത്രയാണ്? എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? അന്നേരം തീർച്ചയായിട്ടും ഒരു വൃത്തവും വേണം. അതിന്റെ അകത്ത് എന്ത് വേണം? നമുക്കൊരു സമപാർശ്വ ത്രികോണം വേണം. ഞാൻ ഒരു വൃത്തം വരച്ചു. അതിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സമപാർശ്വ ത്രികോണം വരച്ചു. കണ്ടല്ലോ. സമപാർശ്വ ത്രികോണത്തിന് ഞാനൊരു പേര് കൊടുത്തു. ABC എന്ന് പേര് കൊടുത്തു. ആണല്ലോ. സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് തന്നെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. തുല്യമായ വശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്ന് നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു ലംബ സമഭാജി വരയ്ക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? തുല്യമായ 2 വശങ്ങളാണ്. AB-യും അതുപോലെ തന്നെ AC 8 സെന്റിമീറ്റർ ആണെന്ന് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ തുല്യമായ 2 വശങ്ങൾ ചേരുന്ന A എന്ന് പറയുന്ന മൂലയിൽ നിന്നും ഞാൻ എന്ത് വരയ്ക്കുന്നു? ഒരു ലംബ സമഭാജി ഞാൻ വരയ്ക്കുന്നു. കണ്ടല്ലോ.
താഴോട്ട് വരയ്ക്കണമെന്നില്ല. നമുക്ക് ലംബ സമഭാജി ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അതായത് BC എന്ന് പറയുന്നത് ആ വൃത്തത്തിന്റെ എന്താണ്, ഞാനാണ്. ഈ ഞാണിനെ എന്ത് ചെയ്യുന്നു, ഇത് തുല്യമായിട്ട് ഭാഗിക്കുന്നു. കാരണം നമ്മൾ വരച്ച എന്താണ്, ലംബ സമഭാജിയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും എന്ത്, കേന്ദ്രം എന്ന് പറയുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്രവും ബിയുമായിട്ട് ഞാൻ യോജിപ്പിക്കുന്നു. അതുപോലെ തന്നെ സിയുമായിട്ട് യോജിപ്പിക്കുന്നു. എന്താ യോജിപ്പിക്കാൻ കാര്യം, അതിന്റെ ആരം എത്രയാണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്. പരിവൃത്ത ആരം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അന്നേരം ഞാൻ അടയാളപ്പെടുത്തിയാണ്ട് ഇതിന് O എന്ന പേര് കൊടുത്തു. OB എത്രയാണ്, 5 സെന്റിമീറ്റർ. OCയും എത്രയാണ്, 5 സെന്റിമീറ്റർ. അതുപോലെ തന്നെ OAയും എത്ര തന്നെയാണ്, 5 സെന്റിമീറ്റർ എന്ന് നമുക്ക് അറിയാം ആണല്ലോ. അന്നേരം ഇവിടെ കൂട്ടിമുട്ടി ഈ പോയിന്റിന് ഞാൻ D എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. അതോടൊപ്പം ഈ OD എന്ന് പറയുന്ന നീളം എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെ സ്മോൾ ലെറ്റർ D എന്താണ്, D കൊണ്ട് സൂചിപ്പിച്ചു. എന്താണ്, ODയുടെ നീളം എന്താണെന്നാണ് ഞാൻ എടുത്തത്, D ആണെന്ന് ഞാൻ എടുത്തു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒന്ന് ചെയ്ത് നോക്കാം. ക്രിയ ചെയ്ത് നമുക്ക് കാണേണ്ടത് എന്താണ്, BC എന്ന് പറയുന്ന വശമാണ്. BC എന്ന് പറയുന്ന വശം കിട്ടുന്നതിന് പകരം ഇതിന്റെ പകുതി കിട്ടിയാലും മതി. കാരണം എന്താണ്, ഇതും എന്താണ്, തുല്യമാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാൻ എന്തക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു, D എന്ന് പറയുന്ന ഒരു അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 2 മട്ടത്രികോണങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു. നോക്കിയേ, OBD ഏതാണ്, ത്രികോണം OBD എന്ന് പറയുന്ന ഒരു മട്ടത്രികോണം, അല്ലെങ്കിൽ ODB എന്ന് എഴുതാം, അതാണ് ഒന്നുകൂടെ സൗകര്യം. ODB എന്ന് പറയുന്ന ഒരു ചെറിയ മട്ടത്രികോണം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ തന്നെ ADB എന്ന് പറയുന്ന ഒരു മട്ടത്രികോണവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു വശത്ത് തന്നെ 2 മട്ടത്രികോണങ്ങൾ കാണാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഈ വരച്ചത് ലംബ സമഭാജി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ODB എന്ന് പറയുന്ന ഒരു മട്ടത്രികോണമുണ്ട്. ADB എന്ന് പറയുന്ന ഒരു മട്ടത്രികോണവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് ഈ പടത്തിന്റെ അകത്ത് അടയാളപ്പെടുത്തിയത് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ മട്ടത്രികോണത്തിൽ നമുക്ക് പൈഥാഗറസ് തത്വം അപ്ലൈ ചെയ്യാം അല്ലെ. പൈഥാഗറസ് തത്വം എന്താണെന്ന് നമുക്ക് അറിയാം. എന്തുവാ, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഈ ഒരു ദൂരം, അതായത് OD എന്ന് പറയുന്ന ദൂരം ഞാൻ എന്താണെന്ന് എടുത്തിട്ടുണ്ട്, D ആണെന്ന് എടുത്തു. അതോടൊപ്പം ഈ BD എന്ന് പറയുന്ന ദൂരം എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇത് X ആണെന്ന് കൊടുക്കുന്നു. ഇത് X ആണെന്ന് കൊടുത്താൽ ഇതും എത്ര തന്നെ ആയിരിക്കും, X ദൂരമാണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് ഇവിടെ OD എന്ന് പറയുന്നത് ഞാൻ എന്ത് എടുത്തു, D എന്ന് പറയുന്ന ഒരു അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. അതോടൊപ്പം BD എന്നുള്ളത് X ആണ് എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ DC എത്ര തന്നെ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്, X ആയിരിക്കും കിട്ടുന്നതെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ത്രികോണം ODB എന്ന് പറയുന്ന ത്രികോണത്തില് നമ്മൾ പൈഥാഗറസ് തത്വം അപ്ലൈ ചെയ്യുന്നു. പൈഥാഗറസ് തത്വം ആകുമ്പോൾ കർണം സ്ക്വയർ, കർണം എത്രയാണെന്ന് നമുക്കറിയാം, എത്ര, 5. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എഴുതാമല്ലോ. അതായത് ഞാൻ ഫസ്റ്റ് ഈ ഒരു ത്രികോണമാണ് എടുക്കുന്നത്. ഞാൻ എഴുതി X സ്ക്വയർ പ്ലസ് D സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ എത്രയാണ്, 25. ഞാൻ 5 സ്ക്വയർ എന്ന് കൊടുക്കും. ഇക്വേഷൻ നമ്പർ 1 ആണല്ലോ. ചെറിയ മട്ടത്രികോണത്തിൽ നിന്നും കിട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ വലിയ മട്ടത്രികോണം നിങ്ങൾ നോക്കി, ഏതാണ്, അതാണ്ടിത് ADB എന്ന് പറയുന്ന വലിയ മട്ടത്രികോണം വെച്ച് നമുക്ക് ഈ ഒരു സിദ്ധാന്തം തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് എടുക്കാം. നോക്കിയാട്ടെ, ADB കർണം എന്താണ്, 8ന്റെ സ്ക്വയർ, പാദം എന്താണ്, X തന്നെയാണ്. ഇതോ ലംബമോ 5ഉം Dയും ഉണ്ട്, അതായത് 5 പ്ലസ് D ആണല്ലോ. അന്നേരം നമുക്കൊന്ന് എഴുതി നോക്കാം. പാദം സ്ക്വയർ, അതായത് X സ്ക്വയർ പ്ലസ് 5 പ്ലസ് D അല്ലെ, 5 പ്ലസ് D ദ ഹോൾ സ്ക്വയർ, രണ്ടിന്റെയും കൂട്ടിയിട്ടാണ് സ്ക്വയർ എടുക്കേണ്ടത്, ഈക്വൽ ടു എന്താണ്, 8ന്റെ സ്ക്വയർ ആണല്ലോ. ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ, X പ്ലസ് Y ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ പ്ലസ് 2XY. അത് വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. X സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ എത്ര, 25 പ്ലസ് Dയുടെ സ്ക്വയർ D സ്ക്വയർ പ്ലസ് അടുത്തത് എന്താണ്, 2 × 5 × D, 2 × 5 × D, 2 × 5 10, അന്നേരം 10D സമം എത്രയാണ്, 6ന്റെ സ്ക്വയർ 64 ആണല്ലോ. ഇക്വേഷൻ നമ്പർ 2 എന്ന് ഞാൻ കൊടുത്തു. കണ്ടല്ലോ. അന്നേരം ഇനി ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ഇതിനെ ഞാൻ ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അതായത് X സ്ക്വയർ പ്ലസ് സ്ക്വയർ ഉള്ളത് അടുപ്പിച്ചെഴുതി, D സ്ക്വയർ പ്ലസ് പിന്നെ 10D
പ്ലസ് 25 ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ ഈക്വൽ ടു 64. ഇതിനെയാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് ഞാൻ കൊടുത്തു ആണല്ലോ. ഇനി നിങ്ങൾ ആ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ ഒന്ന് നോക്കി എന്തെങ്കിലും പ്രത്യേകത കാണാനായിട്ട് സാധിക്കുന്നോ? ഉണ്ട്. എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയറിന്റെ വില എത്രയാണെന്ന് പറയുന്നു? 5 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ദാണ്ടേ ഇവിടെ ഒരു എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ കിടപ്പുണ്ട് അല്ലെ. അന്നേരം അതിന് പകരം എനിക്ക് എന്ത് വില കൊടുക്കാം? 5 സ്ക്വയർ. അതായത് ദാണ്ടെ ഈ വില എവിടെ കിടപ്പുണ്ട്? ഇവിടെയും കിടപ്പുണ്ട്. അന്നേരം ഇതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? 5 സ്ക്വയർ. അന്നേരം ഇക്വേഷൻ മാറ്റി എഴുതാമല്ലോ. 5 സ്ക്വയർ പ്ലസ് 10d പ്ലസ് 25 ഈക്വൽ ടു 64 ആണല്ലോ. അന്നേരം ഇതിനെ നമുക്കൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്തെടുക്കാം. 5ന്റെ സ്ക്വയർ 5ന്റെ വർഗം എത്രയാണ്? 25 പ്ലസ് 10d പ്ലസ് 25 സമം 64. 25 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 50 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 10d പ്ലസ് 50 സമം 64. ഇതിൻ്റെ അകത്തൊന്നും 10d അതായത് 50നെ നമുക്ക് സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകാം. എന്ത് വരും? 64 മൈനസ് 50 പ്ലസ് ആണ്. ഈക്വൽ ടുവിന് അപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് ആവും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കി സ്റ്റെപ്പ് 10d സമം 64 50 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 14. അങ്ങനെയാണെങ്കിൽ ഡിയുടെ വില 14 ഭാഗം 10. 14നെ 10 കൊണ്ട് ഭാഗിക്കുന്നതിന് പകരം എന്താണ് നമ്മൾ ദശാംശത്തിൽ പഠിച്ചിട്ടുണ്ട്? എന്താണ്? ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അതായത് 1.4. അന്നേരം ഡിയുടെ വില എത്രയാണെന്ന് കിട്ടി? 1.4 ആണെന്ന്. ഈ ഡിയുടെ വില എന്താണ്? 1.4 ആണെന്ന് നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് 1.4 എന്നുള്ള വിലയാണോ വേണ്ടത്? അല്ല, എക്സിന്റെ വിലയാണ് വേണ്ടത്. അതിന് നമുക്ക് എവിടെ പോയാൽ മതി? നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ഡി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ സമം എന്താണ്? 5 സ്ക്വയർ. ആ ഇക്വേഷന്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. എന്താണ് ആദ്യത്തെ ഇക്വേഷൻ? ഡി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ സമം 5 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാണ്? 25 ആണല്ലോ. ഇവിടെ ഡിയുടെ വില നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 1.4. അന്നേരം ഇവിടെ ഡി സ്ക്വയർ ആകുമ്പോൾ 1.4 ദ ഹോൾ എന്ത് വരും? സ്ക്വയർ എന്ന് വരും. നമുക്ക് അന്നേരം എഴുതാമല്ലോ. എന്ത് എഴുതാം? ഡി സ്ക്വയറിന്റെ സ്ഥാനത്ത് 1.4 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ സമം 25 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇനി ക്രിയ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഉത്തരത്തിൽ നമ്മൾ എത്തിച്ചേരും. 1.4ന്റെ വർഗം എന്ന് പറയുന്നത് 1.96. ഇതിന്റെ വർഗം കണ്ടുപിടിക്കാൻ അറിയാമോ? 1.4 കണ്ടുപിടിക്കണമെന്നില്ല. 14ന്റെ വർഗം കണ്ടുപിടിക്കുക. അതിനുശേഷം 2 സ്ഥാനം മാറ്റി കുത്തിടുക. എനിക്ക് എന്ത് കിട്ടി? 1.96 എന്ന് കിട്ടി. പ്ലസ് എക്സ് സ്ക്വയർ സമം 25. അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് സമത്തിനപ്പുറം കൊണ്ടുപോയല്ലോ. അതായത് എക്സ് സ്ക്വയർ സമം 25. ഇവിടെ പ്ലസ് ആണ്, സമത്തിനപ്പുറം പോകുമ്പോൾ മൈനസ്. 1.96 കുറയ്ക്കാൻ അറിയാമല്ലോ. എങ്ങനെയാണ് കുറയ്ക്കുന്നത്? 25ന് ദശാംശ സ്ഥാനമില്ല, നമ്മൾ ഇട്ട് കൊടുക്കുന്നു. 2 സ്ഥാനവും കൂടെ മൈനസ് 1.96. 1 എവിടെ എഴുതുന്ന? 5ന്റെ താഴെ 1.96. നേരെ കുറച്ച് നോക്കിയിട്ട് 1.10 പോയാൽ 4. ഇവിടെ 9 ആണ്. എന്താണ്? 9 ൽ 9 പോയാൽ 0. ഇവിടെ എത്രയായി? 4 ആയി. 4 ൽ 1 പോയാൽ 3, 2. അന്നേരം ഉത്തരം എന്ത് കിട്ടി? 23.04. അതായത് എന്തിന്റെ വിലയാണ് നമുക്ക് കിട്ടിയത്? എക്സ് സ്ക്വയറിന്റെ വിലയാണ്. അന്നേരം എക്സ് സ്ക്വയറിന്റെ വില കിട്ടിയാൽ എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യും? റൂട്ട് എടുക്കും. അതായത് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 23.04 എന്ന ഉത്തരമായിട്ട് കിട്ടും ആണല്ലോ. അന്നേരം എക്സിന്റെ വില നമുക്ക് കിട്ടി. അന്നേരം ഈ ഒരു 2x ഉണ്ട്. അന്നേരം എന്ത് ചെയ്യണം? 2 പ്രാവശ്യം എക്സ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? റൂട്ട് 23.04 പ്ലസ് റൂട്ട് 23.04. നമ്മൾ പുതിയ സംഖ്യകളുടെ അകത്ത് പഠിച്ചിട്ടുണ്ട്. ഒരേ റൂട്ടിലുള്ള 2 എണ്ണം. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ റൂട്ട് 2 പ്ലസ് റൂട്ട് 2 എങ്ങനെയാ? 2 പ്രാവശ്യം കൂട്ടുന്നോണ്ട് 2 റൂട്ട് 2 എന്ന് നമ്മൾ എഴുതും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരമോ? എക്സിന്റെ ബി സി ആണ് നമുക്ക് വേണ്ടത്. ബി സി ഈക്വൽ ടു എന്താണ്? ബി സി ഈക്വൽ ടു റൂട്ട് 23.04 പ്ലസ് റൂട്ട് 23.04. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു റൂട്ട് 23.04 എന്ന ഉത്തരമായിട്ട് നമുക്ക് കിട്ടും.
ഓക്കെ ആണല്ലോ? പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? വേറെ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്? ത്രികോണ ABC എന്ന് പറയുന്ന ഒരു ത്രികോണമുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു പരിവൃത്തമുണ്ട്. അതിന്റെ ആരം തന്നിട്ടുണ്ട് 5. സമവർഷ ത്രികോണമായതുകൊണ്ട് തുല്യമായ വശങ്ങളിൽ ചേരുന്ന കോണിൽ നിന്ന് നമ്മൾ എന്ത് വരച്ചു? ലംബ സമഭാജി വരച്ചു. ആ ലംബ സമഭാജി BC എന്ന ഞാണിനെ എന്ത് ചെയ്തു? സമഭാഗം ചെയ്തു. ആണല്ലോ? അതിന് നമ്മൾ x 2 വിലകൾ നമ്മൾ കൊടുത്തു. ഇത് x ആണെങ്കിൽ ഇത് എന്തായിരിക്കും? x ആയിരിക്കും. അതോടൊപ്പം ODയെ നമ്മൾ എന്താണ് സങ്കല്പിച്ചു? D എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഒരു ചരം കൊണ്ട് നമ്മൾ സൂചിപ്പിച്ചു. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? 2 മട്ടത്രികോണങ്ങൾ. ഏതൊക്കെയാ? ODB എന്ന് പറയുന്ന മട്ടത്രികോണവും ADB എന്ന് പറയുന്ന 2 മട്ടത്രികോണത്തില് പൈഥാഗോറസ് തത്വം അപ്ലൈ ചെയ്ത് അത് സോൾവ് ചെയ്ത് അവസാനം നമ്മൾ എന്തിലെത്തി? D എന്ന് പറയുന്നത്, ഡിയുടെ വില നമുക്ക് കിട്ടി. ആണല്ലോ? ഡിയുടെ വില നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനായ D² + x² = 25 എന്നുള്ളതിന്റെ അകത്ത് നമ്മൾ വില കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സിന്റെ വില എത്ര കിട്ടി? √23.04 എന്ന് കിട്ടി. ഇത് 2 പ്രാവശ്യം കൂട്ടണം അല്ലെ എന്ന് പറയുന്നതിന് ഒരുപോലുള്ള 2 റൂട്ടിൽ വരുന്നാൽ എങ്ങനെ കൂട്ടണം? 2 × √23.04 എന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 78-ലെ 3ാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരികയാണ്. അന്നേരം അതും നിങ്ങൾ കണ്ടുപിടിക്കുക. അന്നേരം ഇതുവരെയുള്ള നോട്ട്സുകളും എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.